അമ്മാവ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അമ്മ ഞാൻ ഫസ്റ്റ് ലെറ്റർ എന്നതിന് വല്യമ്മാവൻ കുഞ്ഞമ്മാവൻ കൂടി എൻ്റെ കാല് തല്ലി ഒടിച്ച ദിവസം. അമ്മാവ് സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഓക്കെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അപ്പം ഏത് പാട്ട് വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അത് അല്ലേ? അപ്പോൾ ഏകദേശം എത്ര ഗാനമേള വേദികളിൽ ഏട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്? ഏകദേശം ഞാൻ ഓർക്കസ്ട്രയിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 10-35 മേലെ ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ 10ാം ക്ലാസ് മുതൽ ഓർക്കസ്ട്ര ഗാനങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. തമിഴാണ് പാടിക്കൊണ്ടിരുന്നത്, കൂടെ മണിച്ചേട്ടൻ്റെ പാട്ടും. പിന്നെ അതിനുശേഷം കുറച്ച് ക്യാമ്പ് ഗാനങ്ങളായി അങ്ങനെ പോയി. പിന്നെ അതുകൊണ്ട് എന്താ വെച്ചാൽ പിന്നെ കരോക്കെ ഗാനങ്ങൾ തന്നു ഈ കല്യാണ പ്രോഗ്രാമുകൾക്ക്. അത് നമ്മൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും പാടാൻ പോയിട്ടുണ്ട്. അതല്ലേ, തമിഴാണ് മെയിൻ പാടുന്നത്. അങ്ങനെ തമിഴിലെ വേറെ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓ ഓ ഓ മേഘമായി വന്നു போகிறேன் வெண்ணிலாவுன்ன தேடினேன். மேகமாய் வந்து போகிறேன் வெண்ணிலாவுன்ன தேடினேன். யாரிடம் தூது சொல்வது உண்டு நான் இன்ன சேர்வது. என் அன்பே என் அன்பே மேகமாய் வந்து போகிறேன் வெண்ணிலாவுன்ன தேடினேன். மேகமாய் வந்து போகிறேன் വെണ്ണിലാവുന്ന തേടിനേ. നല്ല അടിപൊളി സോങ് ആണ് അതല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് മലയാള സിനിമയെ കടത്തി വെട്ടിയ ഒരു സിനിമയാണ്. അതെ, ഇത് കുറേ ഓരോ പാട്ടുകളും നല്ല ഒരു എന്താണ് ജനശ്രദ്ധയാകർഷിക്കുന്ന പാട്ടുകളാണ്. ഓക്കെ. അപ്പം കരോക്കെ ഗാനമേളയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഓർക്കസ്ട്രയാണോ? ഏതാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് ഇഷ്ടം കരോക്കെയാണ്. കാരണം ഓർക്കസ്ട്ര ആകുമ്പോൾ നമ്മൾ മറ്റ് പലരുടെയും ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും ശൈലികളും അവരുടെ സമയം കണ്ടെത്തണം. കരോക്കെ ആകുമ്പോൾ അതിൻ്റെ ആ തലച്ചൂടില്ലല്ലോ. കരോക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു സ്കെയിൽ പിടിച്ച് പാടിയാൽ മതി. ഇത് ചൈനക്കാരാണ് സത്യം പറഞ്ഞാൽ, അവരോടാണ് നന്ദി പറയേണ്ടത്. ഈ കരോക്കെ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ചിട്ടപ്പെടുത്തി എടുത്തത് അവരാണ് അല്ലേ? അല്ല, ഏതൊരു കാര്യത്തിനും മുമ്പിൽ ചൈനക്കാർ തന്നെയാണ്. അല്ലേ, നമ്മളിപ്പോൾ കടയിൽ കുറേ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, അതിന്റെ ഒരു ബുദ്ധിപരമായി നീക്കം ചെയ്തതും ചൈനക്കാരാണ്, ആളെ ആകർഷിക്കാൻ വേണ്ടി. അതല്ലേ? അത് ശരി. ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഉള്ള വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ്, നമുക്ക് ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് ഇതേപോലുള്ള പുതിയ അറിവുകളൊക്കെ കിട്ടുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതെ, നമ്മൾ പറയട്ടെ, ഏതൊരു അറിവും ചെറുതല്ല. അറിവില്ലാത്തൊരു കളത്തിൽ അറിവുള്ളവരുടെ മുന്നിൽ അറിവില്ലായ്മ അറിയിക്കുന്ന പ്രഭാഷകരാവണം നമ്മൾ. അറിവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അറിവ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. അപ്പം പിന്നെ എന്താണ് ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് കലയെ കുറിച്ചിട്ട്? പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സംസ്കൃതിയുടെയും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളുടെയും തനത് കലകളുടെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സംസാരിക്കാൻ നിങ്ങളെപ്പോലുള്ള 1-2-3 വ്യക്തികളൊക്കെ ഉണ്ടാകാറുള്ളൂ അല്ലേ? അടിസ്ഥാനപരമായിട്ട് ശരിക്കും പഠിച്ച് പറയാൻ നിങ്ങളെപ്പോലുള്ള കുറച്ച് വ്യക്തികളെ ഉണ്ടാകുള്ളൂ, ഇതിനുവേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി വരും തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഗോത്ര സംസ്കാരങ്ങളും ആ സംസ്കൃതിയും നമ്മൾ നിലനിർത്താൻ മുന്നിട്ടിറങ്ങുന്നവരായിട്ട് സഹകരിക്കുക. നമുക്കത് വരും തലമുറക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കരുതി വെക്കണം. ആ കരുതി വെക്കണമെങ്കിൽ ഒരു 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 മരമുണ്ടായാൽ കാവാവില്ല, പല മരങ്ങൾ ചേർന്നാൽ മാത്രമേ കാവാവൂ. അത് കുറേ വള്ളിപ്പടർപ്പുണ്ടാകും, പൂവുകളുണ്ടാവും. അതൊക്കെ നമ്മളൊരു സമൂഹമായിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ അതായത് ഒരു മരം ഉണ്ടെങ്കിൽ കാവാവില്ല, കുറേ മരങ്ങൾ ചേർന്നാൽ അല്ലെങ്കിൽ വള്ളിപ്പടർപ്പുകളോ പൂവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാവാകൂ. അത് നമ്മളിപ്പോൾ ഒരു കാവാകണമെങ്കിൽ, കാവ് മീൻസ് നമ്മുടെ ഈ കല എന്നൊരു സംസ്കൃതി ആവണമെങ്കിൽ ഈ പറഞ്ഞ കുറേ മരങ്ങൾ ചേരണം, അതെ, കുറേ വള്ളിപ്പടർപ്പുകൾ തന്നെ, ഒരു പൂവുകൾ, അത് ചെറിയ കുട്ടികൾ മുതിർന്നവർ എല്ലാവരും ഈ കലയെ സ്നേഹിച്ച് അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഓരോ ഐഡിയകൾ കൊണ്ടുവരിക. പഴയ കല നശിപ്പിക്കാനല്ല, അതിൻ്റെ തനത് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻമറക്കാർ നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് അനുഭവങ്ങൾ വെളിച്ചത്തിലാണ് ഇതൊക്കെ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഒരു കൂട്ടായ്മയും ഒരു സമുദായമായിട്ട് ഈ വരും കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഒറ്റക്കെട്ടായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇതിന് മുൻകൈ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന ചില നിർദ്ദേശങ്ങൾ യുവതലമുറ ഒന്ന് കേൾക്കുക, അല്ലേ? അവർ കേൾക്കുക, നല്ലതാണെങ്കിൽ അതിനെ അംഗീകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, അവരുമായിട്ട് ചേർന്ന് നിന്ന് സഹകരിക്കുക. അത് നമ്മളൊരു പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഒരാളെയും ഭയക്കുന്നൊരു കാര്യമില്ല. ഈ പഴയതുപോലെ നമ്മൾ പണ്ടും നമ്മൾ കീഴാളന്മാർ മേലാളന്മാർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം അതല്ല. ഇപ്പം നമുക്ക് ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ആർജവമുണ്ട്, ഒരു ഊർജ്ജമുണ്ട്. നമ്മളിപ്പോൾ എന്തിനും നമുക്ക് നിയമപരമായിട്ട് പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഭയപ്പെടാതെ കാര്യങ്ങൾ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം, സംസാരിച്ചിട്ട് നേടിയെടുക്കാൻ ശ്രമം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ പുതുതലമുറയോട് പറയാനുള്ളത്. പിന്നെ എന്താണ്, ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന നാടൻ കലകളെയും ഗോത്രകലകളെയും തെയ്യമനുഷ്ഠാന രംഗത്തെ പിന്നെ ചടങ്ങുകളെയും എല്ലാം അതിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പഠിക്കണം, വരും തലമുറ കൊടുക്കണം. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ഗോത്ര കലാകാരന്മാരെന്ന് വേണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് ഗോത്ര കലാകാരന്മാരെന്ന് പറയാൻ കാരണം, എപ്പോഴും ഗോത്ര കലാകാരന്മാർ ആരും ഉയർത്തിക്കൊണ്ടാൻ ശ്രമിക്കാറില്ല. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. അതാണ് വിഷയം. ഇപ്പോൾ നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാനൊക്കെ സ്റ്റേറ്റ് ലെവലൊക്കെ മിമിക്രിക്ക് പോയതാണ്. നമ്മളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു കഷ്ണം കടലാസ് പോലും ഇവിടെ വിട്ടിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് മറ്റൊരു സമുദായത്തിലെ ഒരു അംഗമാണ് ഇത് ഒരു എ ഗ്രേഡ് വാങ്ങിയിട്ട് വന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോയെങ്കിൽ വരുമ്പോൾ വലിയ ഫ്ലക്സ്, ഒരു നോട്ടീസ്, അത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ലെവലിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പി ടി എ കമ്മിറ്റികളുണ്ട്. ഇപ്പം അങ്ങനെ സംഭവങ്ങളും നമ്മൾ അനുവദിക്കുന്നില്ല. ചേച്ചാ, എനിക്ക് തോന്നുന്നു വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ പോട്ടെ അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അങ്ങനെ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതെ, അത് അല്ല, മനഃപൂർവ്വമല്ല. പക്ഷേ അല്ല, ഇവിടെ ഞാൻ പറയില്ല, ഇപ്പം എപ്പോഴും പറയാം, നമുക്ക് ഏത് മേഖലയിലും ജാതീയത ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗോത്രകലകൾ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊന്നും പഠിക്കുന്നില്ലേ, ചെയ്യുന്നില്ലേ, അതൊന്നും നമ്മൾ തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇത്. പിന്നെ അത് സത്യസന്ധമായി പഠിപ്പിക്കുക, അതിന് അനുസൃതമായ സാമ്പത്തികം മാത്രം ചോദിക്കുക. ഓക്കെ, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ മാവിലാൻ സമുദായത്തിൻ്റെ തനത് കലകൾ, മംഗലം കളി, അതുപോലെ തന്നെ എരുതുകളിയുണ്ട്. എരുതുകളി, അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു അക്കാദമിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ നിലവിലിപ്പോൾ മംഗലം കളിക്ക് ഒരു അക്കാദമി ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു അക്കാദമി ഉണ്ട്. പക്ഷെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ എല്ലാം രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട്
അത് വേറൊരു ലെവലിലാണ് കാണുന്നത് അതിനെ. അതാണ് മറ്റൊരു വിഷയം. അതിനെ നന്നവൻ എന്തായാലും വിടില്ല. നന്നവൻ എന്തായാലും വിടില്ല. പേരിന് ഇവർ വേണം താനും, പക്ഷെ പൊങ്ങാനും പാടില്ല. അങ്ങനെ ഇതിപ്പം ഫോക്ലോർ അക്കാദമി ആയാലും കീർത്ത ആർട്സ് എന്ന് പറഞ്ഞാലും പിന്നെ സംഗീത നാടക അക്കാദമി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒട്ടുമിക്ക ഈ മേഖലയിലും ഈ ഗോത്ര കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും കിട്ടുന്നില്ലല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പം ഇതിൻ്റെയൊക്കെ മീറ്റിംഗ് വിളിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നെ സംബന്ധിച്ച് എന്നെ ക്ഷണിക്കുന്ന എല്ലാ മീറ്റിംഗും ഞാൻ പോകാറുണ്ട്. എല്ലാത്തിനും ഞാൻ പോകാറുണ്ട്. ഞങ്ങൾ പോയിട്ട് പറയുന്നതല്ലാതെ അവിടെ മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. റഫായിട്ട് എഴുതും, പക്ഷെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തില്ല. അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണ് നമ്മുടെ അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കാൻ മാക്സിമം ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഞാൻ ഇപ്പോൾ എപ്പോഴും പറഞ്ഞു, നമ്മുടെ ഗോത്രക്കാരും എല്ലാവരും, ഗോത്രക്കാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും അതിന് മുൻകൈ എടുക്കുന്നവരായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകണം. FJ മ്യൂസിക് കേരള ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിലെ ഓരോരോ മുക്കിലും കോണിലും പോയിട്ട് ഇദ്ദേഹത്തിനെ പോലുള്ള പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള കലാകാരന്മാരെ അടുത്ത് എത്തി പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നാട് കുറച്ചുകൂടെ കലാരംഗങ്ങളിൽ കുറച്ചുകൂടെ ശോഭിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും പല അവാർഡുകളും അതുപോലെ തന്നെ പല മേഖലകളിലും പഠിച്ച് വന്ന ആൾക്കാരാണ്. അപ്പം ഇതൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുപോലെയുള്ള ടോക്കുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ഏട്ടാ, മിമിക്രി ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? മിമിക്രി ഞാൻ നമ്മുടെ മലയാളികളുടെ കറുത്തമുത്തെ പ്രേംകുമാർ സാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കുറേയായി ഇത് ഒരു പൊടി തട്ടിയെടുക്കാതെ അവിടെ വെച്ചിട്ട്. മിമിക്രിക്ക് നല്ല സൗണ്ട് വേണം, അതുപോലെ തന്നെ മൈക്കും കാര്യങ്ങളും അല്ലേ? അല്ല, കുറേ ഞാനത് മിമിക്രി ചെയ്താൽ കുറേയായി. പ്രാക്ടീസ് വേണമല്ലേ? നമ്മളിപ്പം മിമിക്രി ചെയ്ത് നമ്മൾ നിരന്തരം പ്രാക്ടീസ്, നമ്മുടെ തൊണ്ട ക്ലീൻ ചെയ്യുന്നല്ലേ. അമ്മാവ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? അമ്മൂന്ന് ഞാൻ ഫസ്റ്റ് ഇട്ടിരുന്നതിന് വല്യമ്മാവെ കുഞ്ഞമ്മാവെ കൂടി എൻ്റെ കാല് തല്ലി ഒടിച്ച ദിവസം. അമ്മാവ് അടിപൊളിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ നമ്മൾ മിമിക്രി ഫീൽഡിലുണ്ട്. പിന്നെ നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുരു അടുക്കളയിലാണ് ഇപ്പോൾ. ആരാണ്? അമ്മയാണല്ലേ. അമ്മ കലയുമായിട്ട് ബന്ധമുള്ളതാണ്. അമ്മ അച്ഛൻ ഇവരൊക്കെ അത്യാവശ്യം നാടകം അഭിനയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു സൈഡായി പിന്നെ നമ്മളൊക്കെ വളർന്നു വന്നു. അതെ, അമ്മ സപ്പോർട്ട് ചെയ്തത്. കാരണം വെച്ചാൽ ഈ കല എന്ന് പറയുന്നത് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അമ്മേനെ അന്വേഷണം പറയണം, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അന്വേഷണങ്ങൾ പറയണം. അപ്പം ഞങ്ങളുടെ ഇതുപോലെയുള്ള സംരംഭങ്ങളെ വിജയിപ്പിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മളെ കൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ എന്നപോലെ ഏതൊരു അറിവുണ്ടെങ്കിലും നമ്മൾ അത് അടച്ചു വെച്ചിട്ടോ കെട്ടി വെച്ചിട്ടോ കാര്യമില്ല. നമ്മളത് നമ്മൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് നമ്മൾ പാരമ്പര്യമാണ്. അച്ഛൻ പോലെ ഇങ്ങനെ നമ്മളങ്ങനെയാണ്. ഇത് നമ്മൾ വാങ്ങലില്ല, കൊടുക്കൽ മാത്രം. ഓക്കെ, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതും കൂടിയുണ്ട്. കാരണം ഇതൊരു ചെറിയൊരു ടോക്ക് മാത്രമല്ല, ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ചെറിയ സമയങ്ങളിലേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനിയും ഞങ്ങൾ വരും. ഒരുപാട് കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചതിന് ഒത്തിരി നന്ദി. ചെറിയ സമയങ്ങൾ കൊണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ പ്രബുദ്ധരാക്കിയതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.